ഹലോ, ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് സ്പോഞ്ച് എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു 250 ml കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മൈദ കൊട്ടി കൊടുക്കുകയാണ്. മൈദ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് എടുക്കുക, അല്ലാതെ നിറയെ കുത്തി നിറച്ചിട്ടോ അങ്ങനെ എടുക്കാതെ കറക്റ്റ് ഇതുപോലെ ലെവലിൽ മാത്രം എടുത്താൽ മതി. എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ലെവൽ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയും നമുക്ക് ചോക്ലേറ്റ് കേക്കിന് ആവശ്യമാണ്, പക്ഷെ നമ്മളത് പിന്നീട് ഒരു സ്റ്റെപ്പിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കേക്കിനെ കുറച്ചും കൂടി സ്പെഷ്യലും അതുപോലെ സ്പോഞ്ചിയും ആക്കുന്നത് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ അരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ അരിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി എന്ന് പറയുന്നത് പാൻ നമ്മൾ ഏതാണോ എടുക്കുന്നത്, കേക്ക് ടിന്നാണെങ്കിൽ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ മോള് വന്നിട്ട് അത് ശരിയാക്കി തരാണ് കേട്ടോ. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറും വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മൈദ അങ്ങനെ ഡസ്റ്റ് ചെയ്ത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ക്ലീൻ ആയിട്ടുള്ള എണ്ണമയമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുത്തു. അതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും വിസ്കോ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, ബീറ്ററിൻ്റെ ബ്ലേഡോ ഏതായിക്കോട്ടെ, അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മളുടെ മുട്ടയൊന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച ശേഷമുള്ള അളവാണ് 1 കപ്പ്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാതെയും ചേർക്കാം. പൊടിക്കാതെ ചേർക്കുമ്പോൾ 1 കപ്പ് ചേർക്കണ്ട, 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും, അതുകൊണ്ടാണ്. എന്നിട്ട് നല്ല ഇതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് വരുന്നവരെ നമ്മളിതുപോലെ ഇതാണല്ലേ, ഇപ്പോൾ ഈ ഒരു കളർ ടോണിലേക്ക് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പിന്നെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനേ പാടുള്ളൂ. പിന്നെയുള്ള ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിന് ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പാണ് ഈ പറയുന്നത്. സാധാരണ നമ്മൾ പാല് മാത്രമേ ആഡ് ചെയ്യുള്ളൂ സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ, പക്ഷേ ഈ ഒരു പാലിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ, 2 രൂപയുടെ ചെറിയൊരു സാഷേ കിട്ടില്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 1/4 കപ്പ് പാലിലേക്ക് ഒന്നത് ചൂടാക്കിയ ശേഷം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ മൈദയും കൊക്കോ പൗഡർ മിക്സും കുറച്ച് ചേർക്കുക. അതിന് ശേഷം ഈ പാലിൻ്റെ മിക്സും കുറച്ച് ചേർക്കുക. അങ്ങനെ ബാച്ചസ് ആയിട്ട് നമ്മൾക്കിങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മൾ വളരെ പതുക്കെ കുറച്ചായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി സ്പീഡിലാണെന്ന് തോന്നും, പക്ഷെ വളരെ പതുക്കെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിങ്ങും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരുപാടിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര ഹാർഡായി പോവും. അതേപോലെ ഈ സമയത്ത് നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടുക. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ സ്റ്റൗവിന് നേരെ ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാൻ വെക്കുക. അപ്പോൾ ഞാൻ ദോശക്കല്ല് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇനി നമ്മുടെ സ്പോഞ്ചിന് കുറച്ചും കൂടി സ്പോഞ്ചിയാക്കാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത ശേഷം നമ്മുടെ ബാറ്ററിൻ്റെ മിക്സിങ് എല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണിത്. ഇത് ഒഴിച്ച ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുമല്ലോ, വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടിയുള്ള ഒരു മിശ്രിതം, അത് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത ശേഷം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് ടിന്നാണെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്കാണെങ്കിൽ ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം. പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേഗം നമ്മളുടെ ഏത് ടിന്നിലാണോ നമ്മൾ ബേക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടത് അടിയിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ കുത്തിയിട്ട് ആക്കിയാലും മതി, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതുപോലെ കുറേ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നന്നായിട്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതുപോലൊരു ദോശക്കല്ലിൽ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുന്നേ ഉള്ളൂ. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു പാനിനകത്ത് എങ്ങനെയാണ് ഇറക്കി വെക്കുക എന്നുള്ളത്. അല്ല ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഈ ഒരു ഹോള് നമുക്ക് അടച്ചു കൊടുക്കണം.
അല്ലെങ്കിൽ അതിൽ കൂടെ എയർ വന്നിട്ട് കേക്കിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുഴിയാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഹോളും കൂടി ഞാൻ അടച്ചു കൊടുത്തു. എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി എനിക്കൊരു 30 to 35 മിനിറ്റ്സിനുള്ളിൽ ബേക്കായി കിട്ടി. പക്ഷെ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 20 മിനിറ്റ്സിന് മുമ്പ് നിങ്ങൾ കേക്ക് ബാറ്റർ തൊടുക ചെയ്യരുത്. കേക്കിൻ്റെ ലിഡ് തുറന്ന് നോക്കുക, ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് താഴേക്ക് കുഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എടുത്തു. അത് ഒന്ന് തണുത്ത ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു. പക്ഷെ അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇത് നിങ്ങൾക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞിക്കിളിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചോക്ലേറ്റ് ക്രീമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് റെഡിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നോക്കിയത്. കട്ട് ചെയ്തതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാനിത് ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു. പക്ഷേ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ക്രീമൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.